അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നുമെന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നുമെന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി അൾത്താര മുന്നിൽ കൈകുപ്പി നിന്ന് ആദ്യ കുർബാന തന്നോർമ്മകളും പച്ചകടാതെ മനസ്സിൽ നിറയുമ്പോൾ തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. സ്നേഹമുള്ളവരെ, മദർ ഹോമിൻ്റെ ശുശ്രൂഷകളിലേക്ക് നിങ്ങളെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ്. സുവിശേഷ പ്രഘോഷത്തിൻ്റെ ഭാഗമായും ദൈവവചനം നിങ്ങൾക്ക് പങ്കുവയ്ക്കുവാൻ ഈ ചാനലിലൂടെ സാധിക്കുന്നു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. തീർച്ചയായും ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഈ ചാനൽ അനേക ആളുകൾക്ക് ആത്മീയ ഉണർവ് നൽകുന്ന ദൈവിക സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന ദൈവവാഹിനി കുഴലുകളായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വചനം വായിക്കുമ്പോൾ മനസ്സിൽ തോന്നുന്ന പുത്തൻ ചിന്തകൾ അല്പസമയം പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുക. എൻ്റെ ആശയങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അത് 100% സഭയുടെ പഠനമാണെന്നോ 100% ശരിയാണെന്നൊന്നും ഞാൻ വിചാരിക്കാറില്ല. ചിലപ്പോൾ എൻ്റെ ചിന്താഗതിയുടെ അപക്വത കൊണ്ടോ എൻ്റെ അറിവ് കുറവ് കൊണ്ടൊക്കെയോ ചിലപ്പോൾ തെറ്റായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോയേക്കാം. അതുകൊണ്ട് ഇത് കേൾക്കുന്നവരായി നിങ്ങൾ ഇതിലെ നല്ല അംശങ്ങളാണ് സ്വീകരിക്കേണ്ടത്. അതായത് ഞാൻ ചാനലിലൂടെ പ്രസംഗിക്കുന്നു എന്നതുകൊണ്ട് മാത്രം എല്ലാ ദൈവശാസ്ത്രം പഠിച്ച ആളാണെന്നും എല്ലാ ധാർമ്മികത അറിയാവുന്ന ആളാണെന്നും എല്ലാ പുണ്യമുള്ള ആളാണെന്നും ഞാനും ഒരു സുവിശേഷ പ്രഘോഷണം വിചാരിക്കാൻ പാടില്ല. തെറ്റാവരം എന്നുള്ളത് മാർപ്പാപ്പയ്ക്ക് മാത്രമുള്ള അധികാരമാണ്. അത് പ്രത്യേകിച്ച് ധാർമ്മികതയെക്കുറിച്ച് വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ. അതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങളുടെ പ്രസംഗങ്ങളിലോ ചിന്തകളിലോ പങ്കുവയ്ക്കലിലോ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കണം. എന്നിട്ട് അതിൽ നല്ലത് മാത്രം നിങ്ങൾ സ്വീകരിക്കണം എന്ന എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളതും. കാരണം ഈ ചിന്തകൾക്കൊക്കെ ഒരു വൈയക്തികമാനമുണ്ട്. സ്വന്തം അനുഭവങ്ങളുടെയും സ്വന്തം ചിന്തകളുടെയും പശ്ചാത്തലത്തിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ഒരു വൈയക്തിക ഡയമെൻഷൻ മാനമുള്ളതുകൊണ്ട് അതിൻ്റേതായ കുറവുകളും ഉണ്ടാകാം, അതിൻ്റേതായ ശ്രേഷ്ഠഭാവങ്ങളും ഉണ്ടാകും. അത് മനസ്സിലാക്കണമെന്ന ചിന്തയോടുകൂടിയാണ് ഞാൻ ലൂക്കാ സുവിശേഷത്തിൻ്റെ 9-ാമത്തെ അധ്യായത്തിലെ 49-ാം വചനം നിങ്ങൾക്ക് വായിക്കുക. ലൂക്കാ സുവിശേഷം 9-ാമത്തെ അധ്യായം 49-ാം വചനം. യോഹന്നാൻ പറഞ്ഞു, ഗുരു, നിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു. യേശു പറഞ്ഞു, അവനെ തടയേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് എതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ്. നിങ്ങൾക്ക് എതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ യേശുവിൻ്റെ മനസ്സിൻ്റെ വിശാലത അളക്കാനുള്ള
ഏറ്റവും നല്ല സെൻറ്റൻസ് ഇതാണെന്ന് എനിക്ക് തോന്നാറ് പലപ്പോഴും. ഞാൻ വിചാരിക്കും, ഒരു മനുഷ്യൻ്റെ പക്വത അളക്കുന്നത് അയാൾ തൻ്റെ എതിർഭാഗത്തപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുന്ന അവകാശങ്ങളെ ഓർത്താണ്. തൻ്റെ എതിര് നിൽക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന അവകാശങ്ങളാണ് ഒരു വ്യക്തിയുടെ അന്തസ്സിൻ്റെയും ശ്രേഷ്ഠതയുടെയും ഭാവം. അതുകൊണ്ടാണ് ജനാധിപത്യം ഏറ്റവും നല്ല ഭരണക്രമമെന്ന് പറയുന്നത്. അവിടെ പ്രതിപക്ഷ നേതാവിന് ഭരിക്കുന്ന മന്ത്രിയുടെ അതേ അധികാരവും അവകാശമുണ്ട്. മറ്റുള്ളവർക്ക് എതിര് നിൽക്കുന്നവർക്ക് കൊടുക്കുന്ന ഫ്രീഡം. ഒരാണിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയാറില്ലേ, എത്രമാത്രം സ്ത്രീകൾക്ക് ബഹുമാനവും സ്വാതന്ത്ര്യം കൊടുക്കുന്നു, അതാണ് ഒരു ആണിൻ്റെ മഹത്വം. ഒരു സ്ത്രീയുടെ അന്തസ്സെന്ത, എത്രമാത്രം ആണുങ്ങൾക്ക് ബഹുമാനവും അതിൻ്റേതായ പരിഗണനയും കൊടുക്കുന്നത്. ഇതില്ലാതെ വരുമ്പോഴാണ് നമ്മൾ ഭരണാധികാരികളെയും നമ്മുടെ എതിരെ നിൽക്കുന്നവരെയൊക്കെ സംശയിച്ചു തുടങ്ങുക. അടുത്ത് നിൽക്കുന്നവരെയും കൂടെ നിൽക്കുന്നവരെയും പരിഗണിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല, അവരൊക്കെ ശത്രുക്കളാണ് എന്നൊക്കെ ചിന്തിക്കുന്നത് ഒരുവിധം ഫാസിസമാണ്, നാസിസമാണ്. അതായത് ഹിറ്റ്ലർ ജർമ്മനിയിൽ നടപ്പാക്കിയ ശൈലിക്കാണ് പറയുന്നത് നാസിസം എന്നും, മുസോളിനി ഇറ്റലി നടപ്പാക്കിയ ശൈലിക്കാണെന്ന് ഫാസിസം. ഞാൻ മാത്രം ദൈവം, ഞാൻ പറയുന്നത് മാത്രമേ ശരിയുള്ളൂ, വേറെ ആരും പറയുന്നത് ശരിയല്ല, ബാക്കിയെല്ലാവരും നരകത്തിൽ പോകുന്നവരാ, മറ്റെല്ലാവരും മോശക്കാരാ. ഈ ഒരു ചിന്താഗതി ഇപ്പോൾ രാഷ്ട്രീയത്തിലും കയറി വരുന്നുണ്ട്, ആധ്യാത്മികത്തിലും കയറി വരുന്നുണ്ട്. ആധ്യാത്മിക അനുഷ്ഠാനം കൊണ്ട് ചില ആൾക്കാർ മറ്റുള്ളവരൊക്കെ മോശം ആൾക്കാരാണ്, ഞങ്ങൾ മാത്രമാണ് ശരി, അത് ഞാൻ മാത്രം ശരി, മറ്റുള്ളവരൊക്കെ മോശം ചിന്തിക്കുന്ന വളരെ ഇടുങ്ങിയ ഒരു കാഴ്ചപ്പാടാ പ്രശ്നം. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. മനഃശാസ്ത്രത്തിൽ പഠിപ്പിക്കും ഏറ്റവും മാരകമായ ക്രൂരതയിലേക്ക് അടക്കുന്ന ഒരു മനഃശാസ്ത്രം അത്. ഇത് ഇന്ന് ചിലപ്പോഴൊക്കെ സാധാരണ കരിസ്മാറ്റിക് ആധ്യാത്മികതയിലും സുവിശേഷ പ്രഘോഷ രംഗത്തൊക്കെ കടന്നു വരാറുണ്ടെന്ന് എനിക്ക് തോന്നുക. എന്താണ് ഇവിടെ സംഭവിച്ചത്? ബൈബിളിൽ നമ്മൾ വായിക്കുന്നു, ലൂക്കാ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ ഈശോ ഇല്ലാതെ ശിഷ്യന്മാർ എവിടെയോ പ്രസംഗിക്കാനോ പ്രാർത്ഥിക്കാനോ പോയി കാണും. ചിലപ്പോൾ യോഹന്നാൻ ഒരു ശിഷ്യനും കൂടെ പോയപ്പോൾ വഴി വെച്ച് അവർ ഒരാളെ കാണുന്നു. അയാൾ തൻ്റെ സ്നേഹം ഉപയോഗിച്ചും ശക്തി ഉപയോഗിച്ചും അയാൾ പ്രസംഗിക്കുകയാണ്. അയാൾ യേശുവിൻ്റെ ശിഷ്യനാണ്. ഈശോയുടെ പ്രത്യേകത എന്താ? ഏറ്റവും തിരഞ്ഞെടുക്കപ്പെട്ട 12 പേരെ അപ്പസ്തോലന്മാരെന്ന് പറഞ്ഞ് ഈശോ മാറ്റി നിർത്തി. ബാക്കിയൊരു 90ഓളം പേർ ശിഷ്യന്മാരെന്ന് പെട്ടിട്ടുണ്ട്. ഈ ശിഷ്യന്മാരിൽപ്പെട്ട ആരോ ഒരാൾ പുറത്ത് എവിടെയോ ചെന്ന് യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തി കൊടുത്തു, യേശുവിൻ്റെ നാമത്തിൽ പ്രസംഗിച്ചു, യേശുവിൻ്റെ നാമത്തിൽ സ്നേഹം കൊടുത്തു. അപ്പസ്തോല ഗണത്തിൽപ്പെട്ട യോഹന്നാൻ ചെന്നപ്പോൾ ഒരാളിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. യോഹന്നാൻ പറഞ്ഞു, നീ പ്രസംഗിക്കാൻ പറ്റിയല്ല, നീ ഞങ്ങളുടെ കൂടെ വരണം. അയാൾ പറഞ്ഞു, ഞാൻ വരികയില്ല, എനിക്ക് എൻ്റെ ജീവിത ദൗത്യങ്ങളിൽ ഞാൻ പ്രസംഗിച്ച് പോയിക്കൊണ്ടിരിക്കുക. യോഹന്നാൻ എന്ത് ചെയ്തു? ഞാൻ അപ്പസ്തോലനാണ്, തിരഞ്ഞെടുക്കപ്പെട്ട 12 പേരിൽ ഒരുവനാണ്, അതുകൊണ്ട് നിന്നെ ഞാൻ വിലക്കുന്നു എന്ന് പറഞ്ഞു. എന്തോ വീരകൃത്യം ചെയ്തെന്നതുപോലെ വന്ന് യോഹന്നാൻ ഓടി വന്ന് ഈശോയോട് പറഞ്ഞു, ഇതാ ഈശോയെ, ഒരു ബോധമില്ലാത്ത നമ്മുടെ ഒന്നും ടീമിൽ പെടാത്തവർത്തും പ്രസംഗിക്കുക, അവനെന്തോ രോഗശാന്തി കൊടുക്കുകയും പിശാചുകൾ പുറത്താക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ അവനെ വിലക്കി, ഡ്യൂപ്ലിക്കേറ്റ് അവൻ. ഞാൻ പറഞ്ഞു മേള ചെയ്തേക്കരുത്. ഈശോ എന്താ പഠിപ്പിച്ചത്? ഈശോ പറഞ്ഞ വാക്ക് പ്രത്യേകത, അവനെ തടയണ്ട. എന്തെന്നാൽ നിങ്ങൾക്കെതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ്. അവൻ നമുക്കെതിരാണെന്ന് ആര് പറഞ്ഞു? പ്രിയപ്പെട്ടവരെ, അവൻ സുവിശേഷം പ്രസംഗിക്കട്ടെ, അവൻ രോഗികളെ സുഖപ്പെടുത്തട്ടെ, അവൻ പിശാചുകളെ പുറത്താക്കട്ടെ, അവൻ യേശുനാമത്തെ സ്നേഹിക്കട്ടെ. നമ്മുടെ ഫ്രെയിം വർക്കിൻ്റെ അകത്ത് പെട്ടാൽ മാത്രമേ ശരിയാവുള്ളൂ എന്ന് നമ്മളെന്തിനാണ് ചിന്തിക്കുന്നത്? മറ്റുള്ളവരിലും നന്മയില്ലേ? മറ്റുള്ളവരിലും പ്രകാശമില്ലേ? മറ്റുള്ളവരിലും ദൈവികതയില്ലേ? ബാക്കി എല്ലാവരും മോശക്കാരാണെന്ന് പറയരുത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരിലും നന്മയുണ്ടാകാം, കൂടുതലും കുറവുണ്ടാകാം എന്ന പ്രത്യേകത മാത്രമേ ഉള്ളൂ. സഭയുടെ ഔദ്യോഗിക പഠനം എന്താ മറ്റ് മതങ്ങളെക്കുറിച്ച്? ദെർ ഇസ് എ റേ ഓഫ് ലൈറ്റ് ഇൻ എവറി റിലിജൻ. എല്ലാ മതങ്ങളിലും പ്രകാശത്തിൻ്റെ കണികയുണ്ട്. ബട്ട് വി ഹാവ് ദ ഫുൾനെസ് ഓഫ് ലൈറ്റ്. പക്ഷേ നമ്മൾ ക്രിസ്തുവിൽ പ്രത്യക്ഷീകരിക്കപ്പെട്ട ഈ വിശ്വാസത്തിൽ പൂർണ്ണതയുണ്ട്. ഇത് മാത്രം പ്രത്യേകത. അതുകൊണ്ട് മറ്റു മതങ്ങളെയും മറ്റ് വ്യക്തികളെയൊക്കെ അധിക്ഷേപിക്കുകയും മറ്റ് വ്യക്തികളെയൊക്കെ അവഹേളിക്കുകയും ചെയ്യുന്ന ശൈലികൾ എവിടെയെങ്കിലും കയറി വരുന്നുണ്ടെങ്കിൽ അത് അപക്വമാണെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ദിവസങ്ങളിൽ മദർ തെരേസയെ വിശുദ്ധി എന്ന് പ്രഖ്യാപിച്ചപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിച്ച പാഠം എന്താ? ഹിന്ദു എന്ന് നോക്കാതെ, മുസ്ലിം നോക്കാതെ, സിഖുകാരും നോക്കാതെ, തമിഴൻ നോക്കാതെ, ബംഗാളി നോക്കാതെ എല്ലാവരെയും വാരിക്കോരി എടുത്തതാണ് വിശുദ്ധി. മദർ തെരേസ വിശുദ്ധി അതാ. ഇവരെ ആരെയും മാമോസം വെക്കാൻ നിന്നതല്ല വിശുദ്ധി, മറിച്ച് എല്ലാവരെയും ഉൾക്കൊണ്ടു.
അതുകൊണ്ട് തന്നെയാണ് ഭാരതം മദർ തെരേസയും ഉൾക്കൊള്ളാൻ ശ്രമിച്ചത്. വിദേശത്ത് ജനിച്ച വ്യക്തിയാണെങ്കിലും ഇന്ത്യയിൽ വന്ന് ഇന്ത്യൻ സംസ്കാരം പഠിച്ച് ഇന്ത്യത്തിന് ഉൾച്ചേർന്ന് ഇന്ത്യക്കാരെടുക്കുന്ന സാരി ധരിച്ച് അവിടുത്തെ തോട്ടിപ്പെണ്ണുങ്ങളുടെ നീലക്കരകൾ സാരി ധരിച്ച് ഇന്ത്യയിലെ എല്ലാവരെയും സ്നേഹിച്ച് കടന്നു പോകുമ്പോൾ ആ വ്യക്തിയുടെ വിശുദ്ധിയാണ് നമ്മൾ അംഗീകരിക്കുന്നത്. മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള വിശുദ്ധിയിലേക്ക് വളരണം. ആരെയും മനസ്സിൻ്റെ പടിക്ക് പുറത്ത് നിർത്തരുത്. നമ്മുടെ മനസ്സിൽ ഫുട്ബോൾ ഗ്രൗണ്ട് പോലെയാണ്. ഫുട്ബോൾ ഗ്രൗണ്ടിൽ കുട്ടിയും കോലിയും കളിക്കാം, തലപ്പന്തും കളിക്കാം, ബാസ്ക്കറ്റും കളിക്കാം, ഓടിച്ചാട്ടം കളിക്കാം, സൈക്ലിംഗ് പഠിക്കാം. പക്ഷേ അതേ സമയത്ത് ചെറിയ കോർട്ടാണെങ്കിൽ നീ അവിടെ അത് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. മനസ്സിൻ്റെ വിശാലതയെക്കുറിച്ച് ചിന്തിക്കണം. നമ്മൾ വിശ്വസിക്കുന്ന കത്തോലിക്ക സഭ കാത്തലിക് എന്ന വാക്കിന്, യൂണിവേഴ്സൽ എന്ന വാക്കിന് വിശാലത എന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഇന്ന് ചിലപ്പോഴൊക്കെ എൻ്റെ രൂപത, എൻ്റെ ഇടവക, എൻ്റെ റീത്ത്, എൻ്റെ കത്തോലിക്ക വിശ്വാസം, എൻ്റെ ക്രിസ്തീയത എന്നൊക്കെ നമ്മൾ സ്വയം വട്ടങ്ങൾ വരച്ചത് ഒതുങ്ങരുത്. നമുക്ക് ഈ വട്ടങ്ങളൊക്കെ ആവശ്യമാണ്. പക്ഷേ ഈ വട്ടങ്ങളിലേക്ക് ഒതുങ്ങരുത്. മറ്റുള്ളവരിലും നന്മയുണ്ടാകാം. ഒന്നിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഒന്നിച്ച് ചെയ്യണം. ഒന്നിച്ച് നടത്താവുന്ന കാര്യങ്ങൾ ഒന്നിച്ച് നടത്തണം. ഇന്ന് ചിലപ്പോഴൊക്കെ ഞാൻ ഈ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ ടി വിയിൽ തിരുവനന്തപുരം നഗരത്തിൽ നമ്മുടെ കത്തോലിക്ക സഭയിലെ 3 സഭാവിഭാഗം ഇടയന്മാർ ഒന്നിച്ച് കുരിശുവഴി നടത്തുമ്പോൾ ഞാൻ നോക്കിയിരിക്കാറുണ്ട്. അവിടെ ലത്തിനെന്നോ മലങ്കരയെന്നോ സുറിയാനെന്നോ വ്യത്യാസം കൂടാതെ, കത്തോലിക്കെന്നോ യാക്കോബ വ്യത്യാസം കൂടാതെ ഇവർ ഒന്നിച്ച് ചേർന്ന് കുരിശിന് വഴി ചൊല്ലിപ്പോകുമ്പോൾ ഇത് ടി വിയിൽ കാണുന്ന ജനത്തിന് മുമ്പിൽ എന്തൊരു സാക്ഷ്യത്തിന് ചിത്രമാണ് കൊടുക്കുന്നത്. അല്ല ഇവരെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്ക് നടത്തിയിരുന്നെങ്കിലോ? അതുണ്ടാക്കുന്ന ഒരാശയപരമായി ശരിയാണെങ്കിലും അതുണ്ടാക്കുന്ന പ്രത്യേകമായ ദുർമാതൃകൾ ഗൗരവമാകണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മേഖലകളിൽ നമുക്ക് മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന മേഖലകളൊക്കെ ഉൾക്കൊള്ളണം. ഒരു കാലത്ത് കേരളത്തിൽ ക്രൈസ്തവ വിശ്വാസം വളർന്നു വന്നത് മറ്റ് മതസ്ഥരെ അംഗീകരിച്ചും സ്നേഹിച്ചും അവരെ കൂടെ കൊണ്ടുനടത്തിയ, അതുകൊണ്ട് അവരെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടല്ല. മുസ്ലിങ്ങൾ, ഹിന്ദുക്കൾ, മതമില്ലാത്തവർ എല്ലാവരെയും ഉൾക്കൊള്ളാനാവുന്ന ഒരു വിശാലതയുടെ സുവിശേഷത്തെക്കുറിച്ചല്ലേ നമ്മുടെ മാർപ്പാപ്പ പോലും നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ആരെങ്കിലുമൊക്കെ ഇത് വിരുദ്ധമായി മറ്റ് മതസ്ഥരെയൊക്കെ അധിക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവരൊന്നും യഥാർത്ഥ ദൈവത്തിൻ്റെ ആത്മാവുള്ളവരല്ല. ഈശോ പഠിപ്പിച്ചു, നിങ്ങൾ അവരെ തടയണ്ട, നമ്മൾക്കെതിരല്ല, അവർ ചെയ്യട്ടെ. നന്മ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ദൈവത്തിൻ്റെ മുഖം പേറുന്നു. സ്നേഹം കൊടുക്കുന്ന ഏതൊരു വ്യക്തിയും ദൈവത്തിൻ്റെ ഹൃദയം കൊണ്ടുനടക്കുന്നവരാണ്. മറ്റുള്ളവരെ മാനിക്കുകയും മറ്റുള്ളവർക്ക് ത്യാഗം ചെയ്യുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയും യേശുവിൻ്റെ പ്രമാണങ്ങൾ, കൽപ്പനകൾ പാലിക്കുന്നവരാണ്. അവർ ഔദ്യോഗിക മതത്തിൻ്റെ ചട്ടവട്ടങ്ങളില്ലെങ്കിലും അവരും യേശുവിനെ പിൻഗമിക്കുന്നവരാണ്. അതുകൊണ്ട് അവരെ നമുക്ക് ഉൾക്കൊള്ളാം. ക്രിസ്തീയതയ്ക്കൊരു സൗന്ദര്യമുണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം കളഞ്ഞ് എൻ്റെ കുഴിയിലേക്കും എൻ്റെ മാളത്തിലേക്ക് ഒതുങ്ങിപ്പോകാനുള്ള പ്രലോഭനത്തെ അതിജീവിക്കാൻ സാധിക്കണം. ഞാൻ മാത്രമാണ് ശരി, ബാക്കി എല്ലാവരും തെറ്റ്, ഞാൻ മാത്രം മാലാഹമാർ, മറ്റവരെല്ലാവരും പിശാചിൻ്റെ കുഞ്ഞുങ്ങൾ, ഞാൻ മാത്രമല്ല സ്വർഗദൂതന്മാർ, ബാക്കി എല്ലാവരും നരകസന്തതികൾ എന്നൊന്നും ആരും ചിന്തിക്കരുത്. നമുക്കങ്ങനെ ചിന്തിക്കാൻ അവകാശമില്ല. ഈശോ പഠിപ്പിച്ചല്ലേ, നിങ്ങൾ ആരെയും വിധിക്കരുത്. വിധിച്ചാൽ നിങ്ങൾ തന്നെ വിധിക്കപ്പെടും. നമുക്ക് ഈ ഭൂമിയെ സ്നേഹിക്കാനും നമുക്ക് ഈ ഭൂമിയെ ശുശ്രൂഷിക്കാനും ഇവിടെയുള്ള എല്ലാ മനുഷ്യരെ സഹായിക്കാനേ നമുക്ക് അവകാശമുള്ളൂ. ആരെ വിധിക്കണ്ട, ആരെ തള്ളിക്കളണ്ട. ഒരു കാലത്ത് ആത്മഹത്യനെ തെമ്മാടിക്കുഴി അടക്കുമായിരുന്നു. ഇന്ന് സഭ പഠിപ്പിക്കുന്നു അവനും സഭയിൽ ന്യായമായ മതസംസ്കാരം കൊടുക്കണമെന്ന്. അത് ഒരാളെയും നമ്മൾ തള്ളിക്കളയുന്നില്ല. നമ്മൾ ആരാണ് പ്രിയപ്പെട്ടവരെ അവനെയൊക്കെ വിധിക്കാനും അവനെയൊക്കെ കുറ്റപ്പെടുത്താനും? ഇന്ന് മാർപ്പാപ്പയുടെ ഔദ്യോഗിക പഠനങ്ങൾ വരുമ്പോൾ ചിലപ്പോഴൊക്കെ സെക്സിൻ്റെ മേഖലയിലൊക്കെ 3-4 ലിംഗക്കാരെന്നും 4 ലിംഗക്കാരെന്നും പറഞ്ഞ ആൾക്കാരൊക്കെ ആയിരിക്കാം. മാനുഷ്യ രീതി അവർക്ക് കുറവുണ്ടാകും. അവരെയൊക്കെ തള്ളിക്കളയാനും അവരെയൊക്കെ നിഷേധിക്കാനും ശാപത്തിൻ്റെ മക്കളാണെന്ന് പറയാനൊക്കെ നമുക്കെന്താ അവകാശം? നമുക്കവരെ എത്രമാത്രം സ്നേഹിക്കാമോ, ശുശ്രൂഷിക്കാമോ, പ്രോത്സാഹിപ്പിക്കാമോ അത് ചെയ്തു കൊടുക്കണം. അതായത് മനസ്സ് വിശാലമാക്കേണ്ട ഒരു ആധ്യാത്മികത ചിന്തിച്ചു വേണം. ഞാൻ ചിലപ്പോഴൊക്കെ വേദനയോടെ സങ്കടത്തിൽ ഓർമ്മിക്കാറുണ്ട്. ഇന്ന് സഭയിൽ ഇടയന്മാരും നേതാക്കന്മാരും വചനപ്രഘോഷകരൊക്കെ എല്ലാവരും ഇങ്ങനെ കൊച്ചു കൊച്ചു മാളങ്ങൾ ഉണ്ടാക്കുക, കൊച്ചു കൊച്ചു ഇടങ്ങൾ ഉണ്ടാക്കുക. ക്യാരംസിൻ്റെ മൂലക്കത്തെ തുള പോലെയാണ്. ചെറിയ തുളയുണ്ടാക്കി അതിലേക്ക് വീണാലും മാത്രമേ ശരിയാവുള്ളൂ എന്ന് ചിന്തിക്കുന്ന കൊച്ചു കൊച്ചു ഇടുങ്ങിയ താവളം ഉണ്ടാക്കരുത്. നമുക്ക് വിശാലതയുടെ സൗന്ദര്യത്തെക്കുറിച്ച് ചിന്തിക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എതിർ നിൽക്കുന്ന ആൾക്കാർ അത് മറ്റ് മതത്തിൽപ്പെട്ടായിരിക്കും, മറ്റ് രാഷ്ട്രീയ പാർട്ടിപ്പെട്ട ആളുകളായിരിക്കും. അംഗീകരിക്കണം.
ഞാൻ വളരെ സാഹോദര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പുലർത്തുന്ന മനുഷ്യനാണ്. എനിക്ക് എൻ്റെതായ രാഷ്ട്രീയ ചിന്തകൾ കാണുമായിരിക്കും. പക്ഷേ ഞാൻ ചിന്തിക്കും, അവർക്കും അവരുടേതായ കുറേ ആശയങ്ങളില്ലേ. നമുക്ക് ആരെ തള്ളിക്കളയണ്ട. മറ്റ് മതത്തിൽപ്പെട്ട വ്യക്തികൾ, ചിലപ്പോൾ നിരീശ്വരവാദിയായിരിക്കാം, ചിലപ്പോൾ മറ്റ് സമുദായത്തിൽപ്പെടുന്ന ആളുകൾ ഒക്കെ എത്രമാത്രം ബഹുമാനിക്കാമോ ആദരിക്കാമോ അതാണ് നമ്മുടെ പക്വതയുടെയും വളർച്ചയുടെ ഭാഗം. അതുകൊണ്ട് ഈശോയുടെ മനസ്സ് നിങ്ങൾ വളർന്നു വരാനാണ് ആഗ്രഹിക്കുന്നത്. ഒരാളെയും നമ്മൾ തള്ളിക്കളയുന്നില്ല. ഈശോ പഠിപ്പിച്ചു. ഈശോ സമറിയാക്കാട് നഗരത്തിലൂടെ പോയെന്ന് കാണിക്കുന്നില്ല നമ്മൾ ബൈബിളിൽ. ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനൊക്കെ ഈശോ പഠിപ്പിച്ച സമറിയാക്കാരനെ കുറിച്ചാണ്. യഹൂദര് കണ്ടാ തൊടിയേലാത്ത നോക്കിയേലാ സമറിയാക്കാർ സ്ത്രീ ചോദിച്ചില്ലേ, നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല, വെള്ളം കോരി തന്നാൽ പോലെ കുടിക്കായിരുന്നു. അങ്ങനെയുള്ള സമറിയാക്കാരനെ കുറിച്ചാണ് നല്ല സമറിയാക്കാരൻ്റെ കഥയിൽ യഹൂദനായ പുരോഹിതനേക്കാൾ ലേവാനേക്കാൾ നല്ലവനായിട്ട് യേശു അവതരിപ്പിച്ചത്. തൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്നവനാണ് നല്ലവനെന്ന് പറയാൻ കാണിക്കുന്ന തൻ്റെ ഇടമാണ് യേശുവിൻ്റെ വിശാലത. അതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സമറിയാക്കാരുടെ പട്ടണത്തിലൂടെ കടന്നു പോകുന്ന രംഗങ്ങൾ വായിക്കുന്നു. അങ്ങനെ കടന്നുപോയപ്പോഴാണ് സക്കേവൂസിനെ കാണുന്നതെന്ന് വായിക്കുന്നു. ഈ സക്കേവൂസിൻ്റെ വീട്ടിലെ യേശു എന്നത് പല യഹൂദന്മാരുടെ വീട്ടിൽ പോകാൻ മടിച്ചപ്പോൾ ഈ വിജാതീയനായ സക്കേവൂസിൻ്റെ വീട്ടിൽ യേശു എന്നു പറഞ്ഞാൽ അവനെ ഉൾക്കൊണ്ടുവന്ന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ മനസ്സ് നമുക്കുണ്ടാകണം. നമുക്ക് മറ്റു മത ആളുകളെ സംസാരിക്കാനും ചിരിക്കാനും കൈയൊന്ന് കൊടുക്കാനും അവൻ്റെ വീട്ടിൽ പോകാനുമൊക്കെ ഇന്നും നമുക്കും തയ്യാറാകണം. എല്ലാവരെയും സ്നേഹിക്കാൻ നമ്മുടെ മനസ്സങ്ങനെ. ഈശോ എന്തിനാണ് ബലിയർപ്പിച്ചത്? ഇതാ ലോകം മുഴുവൻ വേണ്ടി അർപ്പിക്കപ്പെട്ട ശരീരമെന്നും ഇതാ ലോകം മുഴുവൻ വേണ്ടി ചിന്തപ്പെടുന്ന രക്തമെന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ എല്ലാവരിലേക്കും തൻ്റെ രക്ഷ എത്തണമെന്നാണ് ഈശോ ആഗ്രഹിച്ചത്. അല്ലാണ്ട് കുറച്ച് പേരിലേക്കല്ല. അങ്ങനെ കുറച്ച് പേരിൽ ഒതുക്കരുത്. മനസ്സിൻ്റെ ആത്മീയതയുടെ കവാടങ്ങൾ തുറക്കട്ടെ എന്ന് ചിലപ്പോഴൊക്കെ പല പുണ്യങ്ങളും ഭക്താഭ്യാസനം കയറി വന്ന് ഒരു കൊച്ചു മാളമുണ്ടാക്കി ഒതുങ്ങി അങ്ങ് കൂടുക. എന്നിട്ട് ഈ മാളത്തിൽ ഒതുങ്ങിയതുകൊണ്ട് മറ്റുള്ളവരൊക്കെ ശത്രുക്കളാണെന്ന് പറയുക. ഇതാണ് അപകടം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ മനസ്സിൽ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ഒരു ഉണർവിൻ്റെ അഭിഷേകം ഉണ്ടായത്. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. അത് എവിടേക്കാണ് പോകുന്നത് അറിയുന്നത്. അതുപോലെ മനസ്സിൻ്റെ ആത്മാവ് നിങ്ങളെ കാറ്റ് പോലെ എല്ലാ മേഖലകളിലേക്ക് എത്തിക്കട്ടെ. എല്ലാവരെയും ബഹുമാനിക്കാൻ പഠിക്കട്ടെ, എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കട്ടെ, എല്ലാവരുടെയും നന്മ കാണാൻ പഠിക്കട്ടെ, എല്ലാവരും സൗഹൃദം പുലർത്താൻ സൂക്ഷിക്കട്ടെ. അതാണ് യഥാർത്ഥ വിശ്വാസം. അതിനുള്ള വലിയൊരു അഭിഷേകവും കൃപയും നിങ്ങൾ കിട്ടണമേ എന്നാണ് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ നല്ല ദൈവമേ, നാനാത്വത്തിൽ ഏകത്വം വഹിക്കുന്ന ഈ ഭാരതത്തിൽ നിന്നുകൊണ്ട് എല്ലാ മതങ്ങൾക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഭാരതത്തിൽ വിവിധങ്ങളായ മതങ്ങൾ ഇടകലർന്ന് താമസിക്കുന്നു. ഹൈന്ദവ സഹോദരങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മുസ്ലിം സഹോദരങ്ങളെ കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സിഖ് സമുദായത്തിൽപ്പെട്ടവർ കൂടി പ്രാർത്ഥിക്കുന്നു. ജൈന മതക്കാർക്ക് വേണ്ടി, പാർസി മതക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മതമില്ലാത്തവർക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്, നിൻ്റെ മക്കളാണ്. എല്ലാവരെയും സ്വന്തം മക്കളെ പോലെ നീ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന എല്ലാ സമൂഹത്തിൽപ്പെട്ട ആളുകൾ കൂടി പ്രാർത്ഥിക്കുന്നു. അത് കത്തോലിക്കർക്ക് വേണ്ടി മാത്രമല്ല, യാക്കോബായ, ഓർത്തഡോക്സ്, പ്രൊട്ടസ്റ്റൻ്റ് സഭാ സമൂഹങ്ങളിൽ പെന്തക്കോസ്ത വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും ചിലപ്പോൾ ക്രിസ്തുവിൻ്റെ ദൈവിക തള്ളി പറയുന്നവർക്ക് വേണ്ടി പോലും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും അങ്ങനെ ശക്തി ഒഴുക്കണമേ. ഈ ലോകത്ത് വസിക്കുന്ന 600 കോടി ജനവും ദൈവമേ നിൻ്റെ മക്കളാണ്. നിൻ്റെ പരിപാലന സംരക്ഷണം അവർക്ക് ആവശ്യമുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ജനതകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അതിർവരമ്പുകളില്ല. എല്ലാ രാജ്യങ്ങളെയും എല്ലാ ജനതകളെയും എല്ലാ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അയൽവക്കത്ത് താമസിക്കുന്നവരും ഞങ്ങളുടെ കൂടെ താമസിക്കുന്നവരുമായ എല്ലാവരെയും അവരുടെ ജാതിയും മതവും നോക്കാതെ അങ്ങയുടെ സ്നേഹത്താൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, നിൻ്റെ ജ്ഞാനവും ബുദ്ധിയും ഉണർവും കൃപയും ഞങ്ങൾ വർഷിക്കണമേ. ഈ നിമിഷം എല്ലാവരുടെ മേലും ആത്മാവർഷിക്കുന്ന ഒരു പുതിയ പെന്തക്കോസ്ത അറിയുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം. ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.